പ്രിയപ്പെട്ടവരെ, സക്കേവൂസും യേശുവും മറ്റ് ജനസമൂഹവും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു ചിത്രമാണ് ഈ വിശുദ്ധ സുവിശേഷത്തിൽ നമ്മളിപ്പോൾ ശ്രവിച്ചത്. ഇവിടെ തെളിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് ഈശോ, രണ്ട് സക്കേവൂസ്. നമുക്കറിയാം, ഈ വചനത്തിന്റെ ആരംഭം മുതലേ നമ്മൾ ശ്രവിച്ചു. സക്കേവൂസിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഈശോയെ കാണണം എന്നുള്ള ഒരാഗ്രഹം. കാരണം പലരും പറഞ്ഞു കേട്ടു, വലിയ ആളാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, ചിന്തിക്കുന്ന പോലെയോ മനസ്സിലാക്കുന്ന പോലെയല്ല, അതിലും മേലെയാണ് ഈശോ എന്ന് പറയുന്ന വ്യക്തിയെന്ന്. അങ്ങനെ പലരും പറഞ്ഞ് സക്കേവൂസിനും ഒരാഗ്രഹം വന്നു, ഈശോയെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം നേടുന്നതിനുള്ള പ്രഥമവും പ്രധാനമായ ഒരു കാര്യം ആഗ്രഹമാണ്. സക്കേവൂസ് അതിയായി ആഗ്രഹിച്ചു ഈശോയെ ഒന്ന് കാണണമെന്ന്. മാനസാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും ഒന്നാമത്തെ പടി ഇത് തന്നെയാണ്. ആഗ്രഹിക്കണം, എനിക്കിങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, തിരുത്തണം, ഇങ്ങനെയുള്ള മോശമായ ജീവിത ശൈലിയിൽ നിന്നൊക്കെ ഒന്ന് മാറണം, നന്മയിലേക്കും പ്രാർത്ഥനയിലേക്കും വരണം. അതിയായ ആഗ്രഹം സക്കേവൂസിന് അതുണ്ടായിരുന്നു. ഈശോയെ ഒന്ന് കാണണം എന്നുള്ള അതിയായ ആഗ്രഹം. അതിനെയൊക്കെ നമ്മൾ പറയും കൊതി എന്നോ ആർത്തി എന്നോ. നല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് കൊതിയുണ്ട്, ചിലപ്പോൾ അത് ആർത്തിയായിട്ട് മാറും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആർത്തി ഉണ്ടാകണം, ഈശോയെ കാണണം, കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം, അതിനുള്ള ഒരു ആർത്തി സക്കേവൂസിനുണ്ടായിരുന്നു. സക്കേവൂസിനുണ്ടായിരുന്ന ഈ ആഗ്രഹം ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ ഈ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സക്കേവൂസ് അറിഞ്ഞത്, ഇതാ കർത്താവ് ഇന്ന വഴിക്ക് വരുന്നുണ്ട് എന്ന്. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉടനെ സക്കേവൂസ് അവിടെ നിന്ന് എഴുന്നേറ്റ് എല്ലാറ്റിനെയും പിൻപിലാക്കി മുൻപേ ഓടി. എന്തുകൊണ്ടായിരിക്കും വചനം ഇങ്ങനെ പറഞ്ഞത്? അവൻ എല്ലാറ്റിനെയും പിൻപിലാക്കി മുൻപേ ഓടി എന്ന്. കാരണം നമുക്കറിയാം, സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനൻ എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ ചെക്ക് പോസ്റ്റുകളിൽ, ഇപ്പൊ വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്ന എല്ലാ പോലീസുകാരുടെയും തലപ്പത്തുള്ള ആള് ചുങ്കക്കാരിൽ പ്രധാനൻ എന്ന് പറഞ്ഞാല് അവരുടെയൊക്കെ നേതാവാണ്. ഇഷ്ടംപോലെ പണം സമ്പാദിക്കാം, വളഞ്ഞ വഴിയിൽ കൂടെയും അല്ലാതെയും ഒക്കെ ധാരാളം പണം സമ്പാദിക്കാം. അങ്ങനെ ഇവരുടെ നേതാവായി 1 മണിക്കൂർ കൊണ്ട് അനേകം പണം, ഒത്തിരിയേറെ പണം സമ്പാദിക്കാവുന്ന ആളാണ്. പക്ഷെ ഈ വചനത്തിൽ പറയുന്നു, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എല്ലാറ്റിനെയും പിൻപിലാക്കി മുൻപേ ഓടി എന്ന് പറഞ്ഞാല് അവനിങ്ങനെ, ഇതേ ഞാൻ ഈശോയെ കാണാൻ പോവുകയാണെന്ന് സക്കേവൂസ് പറഞ്ഞപ്പം സഹപ്രവർത്തകർ പലരും പറഞ്ഞു, സക്കേവൂസ് ഇങ്ങനെ പോകരുത്, നിനക്ക് എന്തോരം കാശ് കിട്ടേണ്ടതാ, അതൊക്കെ നഷ്ടപ്പെടുത്തുവാണോ? സുഹൃത്തുക്കള് പുറകോട്ട് പിടിച്ചു വലിച്ചു, പോകരുതെന്ന് പറഞ്ഞ്. പണത്തിന്റെ ആ ആകർഷണം അതും സക്കേവൂസിനെ പുറകോട്ട് പിടിച്ചു വലിച്ചു. ആ ഒരു ദിവസം കൊണ്ട് സമ്പാദിക്കാവുന്ന പണത്തിന്റെ വലിപ്പം ഓർത്തപ്പോൾ അതും സക്കേവൂസിനെ പുറകോട്ട് പിടിച്ചു വലിക്കാൻ നോക്കി. അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞത്, അവൻ എല്ലാറ്റിനെയും പിൻപിലാക്കി മുൻപേ ഓടി എന്ന് പറഞ്ഞാല് പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ആകർഷണങ്ങൾ ഉണ്ടായിരിക്കും. പോകരുത്, നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വ്യക്തികള്, സുഹൃത്തുക്കള്, ബന്ധുക്കള് ഒക്കെ ചില വസ്തുക്കൾ നമ്മളെ ആകർഷിക്കും. കർത്താവിന്റെ അടുത്തോട്ട് പോകണ്ട, ഇപ്പം മാനസാന്തരപ്പെടണ്ട, കുമ്പസാരിക്കൊന്നും വേണ്ട, കുർബാനയ്ക്ക് പോകണ്ട, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് ചെയ്തത് ഈശോയെ കാണണമെന്നുള്ള ആ അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് അവൻ എഴുന്നേറ്റ് എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളെയും പുറകിലാക്കി, എല്ലാ തരത്തിലുള്ള വശീകരണങ്ങളെയും പിൻപിലാക്കിയിട്ട് അവൻ മുൻപേ ഓടി. ഇങ്ങനെ ഓടാൻ സാധിക്കുന്നവർക്ക് കർത്താവിനെ കാണാനും കർത്താവിനെ സ്വീകരിക്കാനും കർത്താവിനെ സ്വന്തമാക്കാനും സാധിക്കും. എല്ലാത്തിനെയും പിൻപിലാക്കി സക്കേവൂസ് മുൻപേ ഓടിയതുപോലെ നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഏതൊരു ഘടകമായാലും ഈശോയുടെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ്, കർത്താവിന്റെ അടുത്തോട്ട് പോകണ്ട എന്ന് പറഞ്ഞ്, കുർബാനയ്ക്ക് പോകണ്ട, കുമ്പസാരിക്കണ്ട, ധ്യാനത്തിന് പോകണ്ട എന്ന് പറഞ്ഞൊക്കെ
പുറകോട്ട് പിടിച്ചു വലിക്കുന്ന എല്ലാ ഘടകങ്ങളെയും പിൻപിലാക്കി മുൻപേ ഓടുന്നവർക്ക് ഈശോയെ കാണാനും സ്വീകരിക്കാനും സ്വന്തമാക്കാനുമുള്ള കൃപയും അനുഗ്രഹവും ലഭിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവർ, രണ്ടാമതായിട്ട് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്: ആരൊക്കെ ഏതൊക്കെ തരത്തിൽ പുറകോട്ട് പിടിച്ചു വലിക്കാൻ നോക്കിയാലും അതിനെയും പിൻപിലാക്കി മുൻപേ ഓടണം, കർത്താവിനെ സ്വീകരിക്കാനും കാണാനുമായിട്ട്. മൂന്നാമതായി ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇങ്ങനെ സക്കേവൂസ് ഓടി ചെന്ന് അവൻ ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. കാരണം ഈശോ ആ വഴിയെയാണ് പോകാനിരുന്നത്. അതിന്റെ അർത്ഥം ലക്ഷ്യത്തോടുകൂടി പ്രയാണം ചെയ്യുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. ലക്ഷ്യത്തോടെ ഓടുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. ലക്ഷ്യമില്ലാതെ അന്തമില്ലാതെ ഓടുന്നവരാകരുത്. സക്കേവൂസ് ഓടി, ഇതാ ഇന്ന വഴിക്കാണ് കർത്താവ് വരാനിരിക്കുന്നത്, അവിടെ ചെന്നിരുന്നാൽ കർത്താവിനെ കാണാമെന്ന്. പ്രിയപ്പെട്ടവരെ, ലക്ഷ്യത്തോടെ ഈ ഓട്ടമുണ്ടല്ലോ, കർത്താവ്